ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. ഈ മല്ലിയില ചേർക്കുമ്പോൾ ഈ ബ്രെഡ് ഓംലെറ്റിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ താല്പര്യമുള്ളവർക്ക് വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ ഉപയോഗിക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പാൻ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു വയ്ക്കാം. അടുത്ത ബ്രെഡ് സ്ലൈസും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിരിച്ചു വയ്ക്കുക. ഇനി ഇത് ഒരു വശം ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതിവിടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു വശം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ മുകളിലൊക്കെ ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 വശവും പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. 2 രീതിയിൽ ഇത് ഫോൾഡ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 വശവും ഒന്ന് മടക്കിയ ശേഷം ഒരു തവണ കൂടി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നല്ല ഹെൽത്തിയും എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കി കഴിക്കാം. ഇനി രണ്ടാമത്തെ രീതിയിൽ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും 2 മുട്ടയും മറ്റു ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 2 വശവും ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കി വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.